ഡാ ശരത്തെ, നിന്നോട് ആരാ പറഞ്ഞ നിന്റെ ലൈഫ് പോയിന്ന്? നീ ഇത്ര സില്ലിയാണോ? എനിക്ക് ഇത്ര ധൈര്യമുള്ളൂ? എടാ, നമ്മുടെ ലൈഫ് നമ്മളെ തീരുമാനിക്കുന്നത് മറ്റുള്ളവരല്ല. നമ്മുടെ ലൈഫ് പോവണ്ട എനിക്ക് തീരുമാനിക്കുന്നത് നമ്മളാ. അതാദ്യം നീ മനസ്സിലാക്ക് കേട്ടോ. നിന്റെ ഒരു ലൈഫും പോയിട്ടില്ല. നീ എക്സാം എഴുതും. സച്ചേട്ടൻ ജീവനോടുകൂടി ഉണ്ടെങ്കിൽ നീ എക്സാം എഴുതിയിരിക്കും കേട്ടോ. അതിനെന്താ പറ്റുകയെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നീ അതോർത്ത് വിഷമിക്കണ്ട. ഇത്രയൊക്കെ തള്ളി പറഞ്ഞിട്ട് സ്വന്തം അനിയനെ പോലെ ശരത്തിനെ ചേർത്ത് പിടിക്കുന്ന സച്ചിയുടെ മനസ്സിൻ്റെ ഒരു വിശാലതയാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ചെമ്പൻ നിൽപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം ശ്രുതിയുടെ ന്യൂസുകളെല്ലാം സച്ചി അറിഞ്ഞിട്ടുണ്ടെന്നുള്ള ടെൻഷനാണ്. കാരണം നവീൻ ദാസിനെ സച്ചി കണ്ടെത്തി എന്നുള്ള വിവരം മീര ശ്രുതിയോട് പറഞ്ഞു കഴിഞ്ഞു. ശ്രുതിക്ക് ഇരുന്നിട്ട് ഇരിപ്പുറക്കണില്ല, നടന്നിട്ട് നടപ്പുറക്കണില്ല. അങ്ങനെ ആകെ ടെൻഷനിലാണ് കേട്ടോ ശ്രുതി ഇരിക്കണത്. ഇങ്ങനെ ഈ ടെൻഷനൊക്കെ ഉള്ള സമയത്ത് ശ്രുതിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്. വാ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട്, എനിക്ക് വേണ്ട ശ്രുതി, എനിക്ക് വിശപ്പില്ല പറയുമ്പോൾ അത് സമ്മതിക്കുന്നില്ല, കഴിക്കുക പറഞ്ഞിട്ട് നിർബന്ധിക്കുകയാണ്. അങ്ങനെ നിർബന്ധിക്കുന്ന സമയത്ത് ശ്രുതി പറയണ്ട, എനിക്ക് വേണ്ട ശ്രുതി പറയുമ്പോൾ ഇരിക്കും മോളെ പറഞ്ഞിട്ട് ചന്ദ്രമനെ നിർബന്ധിക്കാൻ അങ്ങനെ ശ്രുതിനെ ഭക്ഷണം കഴിക്കാൻ ഇരുത്താണ്. അപ്പോൾ രവീന്ദ്രൻ പറയാം, സാരി അവധി മോളെ ഉണ്ടാക്കിയ ഫുഡൊക്കെ എന്തൊരു ടേസ്റ്റ്, എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര ചോക്കി, നിന്നോട് ഇന്നാരാ അപ്പവും ചിക്കൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞ? എന്നോട് ആരും പറഞ്ഞില്ല. പിന്നെ നീ എന്തിനാ അപ്പവും ചിക്കൻ കറി ഉണ്ടാക്കിയേ? നീ അത് എൻ്റെ സച്ചേട്ടന് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഉണ്ടാക്കി. ഓ, നിന്റെ സച്ചേട്ടന് ഇഷ്ടമുള്ളത് മാത്രമേ ഇവിടെ ഉണ്ടാക്കുള്ളൂ? നിന്റെ സച്ചേട്ടന് പൂരി മസാല ആണല്ലോ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നു. ഇപ്പൊ അതെപ്പോഴും അപ്പം ചിക്കൻ കറിയിലേക്ക് മാറിയത്? അതും എൻ്റെ സച്ചേട്ടന് ഇഷ്ടം. എന്നിട്ട് ഇത് എന്തിനു കൊള്ളാത്? ചിക്കൻ കറിയിലൊക്കെ ഉപ്പധികാ, എന്തിനു കൊള്ളാം? അപ്പൊ ശ്രുതി പറയണേ, അല്ലല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ചിക്കൻ കറി, ഉപ്പധികം ഒന്നും ഇല്ലല്ലോ, നന്നായിട്ടുണ്ട്, വെള്ളക്കൊക്കെ എന്തൊരു സ്റ്റോറ്റാ എന്ന് പറയുമ്പോ, അല്ല നീ ശരിക്കും നോക്ക്. ഓ ശരി ശരി ശരി, ഉപ്പില്ല ചിക്കൻ കറിയിൽ, ഉപ്പില്ലാന്നാ? ഉപ്പ് കൂടുതലാന്നാണല്ലോ എന്റെ അമ്മ പറഞ്ഞ്. അതെ അതെ, ഉപ്പ് കൂടുതലാ. നീയിപ്പോ പോയി അവന്റെ ഇഷ്ടത്തിന് മാത്രം അവിടെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുള്ളൂ. അപ്പൊ രവീന്ദ്രൻ പറയാണ്, ചന്ദ്രേ തൊണ്ടയിൽ കയറണ്ട, മെല്ലെ കഴിക്ക്, മൂന്നാളിനടുത്ത് വിഴുങ്ങണ്ടല്ലോ കുറ്റം പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാണ്. അപ്പൊ ഈ സമയത്ത് പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ ഇരിക്കുമ്പോൾ ശ്രുതിയുടെ മനസ്സിൽ സച്ചി എല്ലാം അറിഞ്ഞിട്ടുണ്ടാവോ എന്നുള്ള ടെൻഷനാണ്. അങ്ങനെ ഒരു ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സച്ചിയുടെ വണ്ടി ചന്ദ്രോദയത്തിൽ വരികയാണ്. അങ്ങനെ സച്ചി വന്നു. സച്ചി അകത്തേക്ക് കയറിയപ്പോൾ രേവതി പറയണ, സച്ചിയേട്ടാ വാ ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോൾ, നിക്ക് വിളമ്പാൻ വരട്ടെ രേവതി, എനിക്കൊരു കാര്യം പറയാനുണ്ട് പറയണം. അപ്പോൾ ശ്രുതി ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊട്ടുന്നുള്ള അവസ്ഥയിലാണ് ശ്രുതി ഇരിക്കുന്നത്. എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പോയിട്ട് പറയാനാടാ, ഓടിപ്പോയവനെ, നീ പറഞ്ഞില്ലേ നിനക്ക് ലെറ്റർ അയച്ചത് ഞാനാണെന്ന്? പക്ഷെ ഞാനല്ല, ഞാൻ അവനെ കണ്ടുപിടിച്ചുട്ടാ പറയണം. അപ്പോൾ ശ്രുതി, അതെ അവനൊരു ഫ്രോഡായിരുന്നു. അപ്പോൾ ശ്രുതി, എവിടെന്നാ നീ കണ്ടുപിടിച്ചു നോക്കുമ്പോൾ അവനൊരു ഫ്രോഡായിരുന്നു, അവനെ ഇത് തന്നെ പണി. അവന് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം എൻ്റെ കയ്യിൽ കിട്ടിയതാ. ഒരു പ്രാവശ്യം ഞാൻ അവനെ അടിച്ചോടിച്ചതാ. ഒരു പ്രാവശ്യം ഞാൻ അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. അവൻ ഏതോ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് സംസാരിക്കുന്ന കേട്ടതാ. അവൻ തനി ഫ്രോഡാ. ഞാൻ അമ്പലത്തിൽ പോയി വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവിടെ ഫ്രോഡായിട്ട് പെരുമാറിയതിന് അമ്പലത്തിലത്തെ ആൾക്കാർ മുഴുവൻ അവനെ പിടിച്ചിട്ട് നല്ല അടി കൊടുത്തിട്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഞാൻ 2 പ്രാവശ്യം അവനെ ഞാൻ പിടിച്ചതാ. ഒരു പ്രാവശ്യം ഞാൻ അവനെ അടിച്ചു, ഒരു പ്രാവശ്യം ഞാൻ അവനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു പറയുമ്പോൾ ശ്രുതി മനസ്സിലാക്കണം, ഓഹോ അപ്പോൾ സച്ചിയാണല്ലേ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്. എന്നിട്ട് ആൻ്റണി പറഞ്ഞു, ആൻ്റണിയാണെന്ന്, റാസ്കൽ നുണ പറയുക അവൻ എന്നോട് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ശ്രുതി. ഇനിയിപ്പോൾ എന്തായാലും ഇതിൽ ഇപ്പം നിൻ്റെ പിന്നിൽ അവൻ നടക്കണത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ശ്രുതി പറയണേ, ഇപ്പോൾ ലെറ്റർ തന്നവനെയും അതിന് കാരണക്കാരനായവനെയും ഒക്കെ പിടികിട്ടിയില്ലേ? നീ കാരണം എൻ്റെ ജീവിതം നശിക്കും, അതാ എനിക്ക് തോന്നണത്. അപ്പോൾ ചന്ദ്രമതി പറയണേ, നിന്നോടുള്ള ദേഷ്യത്തിനാണല്ലേ അവനപ്പോൾ ശ്രുതിക്ക് ലെറ്റർ കൊടുത്തത്. അപ്പോൾ ശ്രുതി പറയാം, അതെ അമ്മേ, ഇവന് കാരണം എൻ്റെ ജീവിതം നശിക്കും, ഞാൻ കാരണമല്ല, നീ കാരണമാണ് എൻ്റെ ജീവിതം നശിക്കാൻ പോണത്. ഇവരിൽ രണ്ടാളിൽ ആരോ ഒരാൾ ഉടായ്പ് കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇപ്പോൾ ഫലമാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ പറയണം. എന്ത് ഫലം? നീ ഇതിനു മുമ്പ് അറിയോ അയാളെന്നെ ചോദിക്കുകയാണ് ശ്രുതിയോടെ. ഞാൻ എവിടേക്കോ കണ്ട പോലെ ഉണ്ട് അല്ലേ ശ്രുതി? ഞാനൊന്നും കണ്ടിട്ടില്ല, ഞാൻ എവിടെ അയാളെ കണ്ടിട്ടില്ല, ഞാനന്ന് ആദ്യമായിട്ട് അമ്പലത്തിൽ വെച്ച് കണ്ടുകൊണ്ട് ഉരുണ്ട് കളിക്കാണ് ശ്രുതി. അങ്ങനെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയിട്ട് ഏകദേശം. അതായത് അപ്പോൾ രവീന്ദ്രൻ പറയണ, ഇനിയിപ്പോൾ എന്തായാലും നോക്കണം, ഞാൻ എന്തായാലും ഇത് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അച്ഛാ, ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നൊക്കെ പറയാണ് സച്ചി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ സച്ചി രേവതിയും കൂടി രേവതിയുടെ വീട്ടിൽ പോയിട്ട് ലക്ഷ്മിനെ കാണുമ്പോൾ അമ്മയെ വിളിക്കുമ്പോൾ, ആ മക്കൾ വന്നോ, എന്താ മക്കളെ, ഞാൻ ഇപ്പോൾ വിചാരിച്ചുള്ളൂ നിങ്ങളുടെ കാര്യം നോക്കുമ്പോൾ, ഒന്നുമില്ല, ഞങ്ങൾ അമ്മേനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. പറയുമ്പോൾ, എങ്ങനെയുണ്ട് അമ്മേ കാലിൻ്റെ മുട്ടിൻ്റെ വേദന ചോദിക്കും സച്ചി. അപ്പോൾ പറയും, വേദന കുറവുണ്ട് മോനെ, നിങ്ങളിത് അറിഞ്ഞിട്ട് വന്നതാണ്, പിന്നെ അല്ലാതെ അറിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് സച്ചി.
ആ സമയത്ത് ശരത്ത് കോളേജിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചായ എടുക്കാട്ടോ പറഞ്ഞിട്ട് തിരിയണ സമയത്താണ് ശരത്ത് കോളേജിൽ നിന്ന് തിരിച്ചു വരുന്നത്. അപ്പോൾ എന്താടാ നീ ക്ലാസ് കയറിയില്ലേ, നീ എന്താ തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പോൾ എന്തേ നീ എന്തെങ്കിലും മറന്നോ ചോദിക്കും രേവതി. അപ്പോൾ ഒന്നുമില്ല, ഇനി ക്ലാസ് പോകേണ്ട ആവശ്യമില്ല, ഇനി ഞാൻ പോയിട്ടും കാര്യമൊന്നുമില്ല പറയാണ് ശരത്ത്. അപ്പോൾ എന്തേന്ന് ചോദിക്കുമ്പോൾ പറയും അറ്റൻഡൻസ് കുറവായ കാരണം കൊണ്ട് എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല പറഞ്ഞു പ്രിൻസിപ്പാൾ. ഇനി ഞാൻ എന്തിനാ കോളേജിൽ പോകണം, എല്ലാം വെറുതെ ആയില്ലേ, ഞാൻ ഇത്രയും പഠിച്ചതൊക്കെ വെറുതെ ആയില്ലേ, ഞാൻ കുറേ കാലം ആൻ്റണിയുടെ കൂടെ നിന്നിട്ട് ക്ലാസ്സൊക്കെ മിസ് ചെയ്തേയില്ലേ. അതിൻ്റെ ഇടയിൽ പ്രിൻസിപ്പാളായിട്ട് ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ഞാൻ കയർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദേഷ്യം തീർക്കാണ് അയാൾ. ഇനിയിപ്പോൾ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്നാ പറയണേന്നൊക്കെ പറയണ ശരത്ത്. അപ്പോൾ ലക്ഷ്മി ഇത് കേൾക്കുമ്പോൾ ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നീ എല്ലാം കൊണ്ട് നശിപ്പിച്ചല്ലോടാ, നിന്നിലായിരുന്നല്ലോ പ്രതീക്ഷ, നീ എല്ലാം കൊണ്ട് കളഞ്ഞല്ലോടോ കാലമാടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലക്ഷ്മി മകനെ തല്ലുമ്പോൾ രേവതി വന്നിട്ട് ഓടി അമ്മയെ വിളിച്ച് മാറ്റിയിട്ട് പറയണം അവൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് നല്ലവനായതല്ലേ അമ്മേ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇനി അവനെ അത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് എന്തിനാ, നോക്കാം നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി സമാധാനിപ്പിക്കാണ്. അപ്പോൾ ശരത്ത് പറയണ എന്നോട് ക്ഷമിക്കണേ ചേച്ചി, നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് വളരെ എനിക്ക് കഴിഞ്ഞില്ല, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് എന്നെ ഇത്രയും പഠിച്ച് വലുതാക്കിയെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് അതിനനുസരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കണേ, എല്ലാം പോയി ചേച്ചി, എൻ്റെ ഭാവി പോയി, എല്ലാം പോയി, എൻ്റെ ലൈഫേ പോയി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കരയണത് കേൾക്കുമ്പോൾ സച്ചി വന്നിട്ട് ചോദിക്കണം ലൈഫ് പോയിന്നോ, എന്ത് മണ്ടത്തരാടാ നീ പറയണത്, നീ ഇത്ര സില്ലിയാണ്, അവനവൻ്റെ ലൈഫ് അവനവൻ ഉണ്ടാക്കണമെന്നാടാ, അല്ലാണ്ട് വെറുതെ കരഞ്ഞു തീർക്കാനുള്ളതല്ല, നിനക്കിപ്പോൾ എക്സാം എഴുതി പഠിച്ച് പാസ്സായി അങ്ങനെയൊന്നല്ല, നമ്മൾ കെട്ടിപ്പടുക്കുന്നതാണ് നമ്മുടെ ലൈഫ്, നീ അതൊന്നും ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട, നിനക്കിപ്പോൾ എന്താ വേണ്ട, എക്സാം എഴുതണം അത്രയില്ലല്ലോ, എക്സാം എഴുതാം, സച്ചേട്ടൻ ജീവനോട് കൂടി ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ എക്സാം എഴുതിച്ചിരിക്കും, നീ പേടിക്കണ്ട, പ്രിൻസിപ്പാൾ ഇപ്പോൾ എവിടെയുണ്ട്, പ്രിൻസിപ്പാൾ കോളേജിലുണ്ട് സച്ചേട്ടാ, അപ്പം നീ പേടിക്കാതിരിക്കും, ഞങ്ങളൊന്ന് പോയി കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ സച്ചിനെ അകറ്റി നിർത്തി സച്ചിനെ ശത്രുത മനസ്സിൽ കൊണ്ടുവന്നാണ് നമ്മൾ ശരത്തിനെ അവനൊരാവശ്യം വന്നപ്പോൾ സ്വന്തം അനിയനെ പോലെ ചേർത്ത് നിർത്തണ സച്ചിയാണ് നമുക്കവിടെ കാണുന്നത് കേട്ടോ. അങ്ങനെ സച്ചി രേവതിയും കൂടിയിട്ട് പോവാണ് കോളേജിലേക്ക്. പോയി പ്രിൻസിപ്പാളിനെ കാണാൻ വേണ്ടി പോണ സമയത്ത് അവിടെ പുറത്ത് ആള് നിൽക്കുന്നുണ്ട്, പ്രിൻസിപ്പാളിന് പിയൂണ് നിൽക്കുന്നുണ്ട്. അപ്പോൾ സാറേ ഞങ്ങൾക്ക് പ്രിൻസിപ്പാളിനെ ഒന്ന് കാണാൻ പറയാം, ഇപ്പോൾ കാണാൻ പറ്റില്ല, ആള് ഭയങ്കര ദേഷ്യത്തിലാന്ന് പറയാം, പ്ലീസ് സാർ ഞങ്ങൾക്കൊന്ന് കണ്ടേ തീരൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ അയ്യോ കാണാൻ പറ്റില്ല, അദ്ദേഹം എല്ലാവരും ദേഷ്യത്തിലാന്ന് പറയും സാർ എൻ്റെ അനിയൻ ഇവിടെ പഠിക്കേണ്ട ശരത്ത് ബികോമിലാണ്, അവന് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അവൻ്റെ ഭാവിയുടെ കാര്യമാണ് സാർ, ദയവ് ചെയ്തിട്ട് പറ്റില്ല പറയാം, ഞങ്ങൾക്കൊരു 5 മിനിറ്റ് തന്നാൽ മതി, ഞങ്ങളൊന്നും സാറിനെ കണ്ടിട്ട് പോക്കോളാം എന്ന് പറയാണ്. അപ്പം ശരി ഞാൻ സംസാരിച്ച് നോട്ടി പറഞ്ഞിട്ട് പിയൂൺ അകത്തേക്ക് പോയി. അപ്പോൾ സച്ചി രേവതിയും കൂടി അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രേവതിയോട് പറയണം നീ കരയൊന്നും ചെയ്യരുത്, ഞാൻ സംസാരിച്ചോളാം, പ്രിൻസിപ്പലിനോട് അവസ്ഥ പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവുമല്ലോ, ഞാൻ സംസാരിച്ചോളാം എന്ന് പറയണം. അപ്പോൾ രേവതി ശരിയെന്ന് പറയണം. അപ്പോൾ കോളേജ് കാണുമ്പോൾ ആകെ വണ്ടടിച്ചിരിക്കുകയാണ് കേട്ടോ സച്ചി പറയാൻ ദൈവമേ എന്തോരം വലിയ കോളേജല്ലേ, എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കോളേജിലൊക്കെ പഠിക്കുക, അങ്ങനെ ഒരു അന്തസ്സും അഭിജാതിയൊക്കെ ഉണ്ടായി എന്നെ കോളേജിൽ പഠിക്കുകയാണെങ്കിൽ, ഞാൻ പഠിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയേനെ, രേവതി നീ പഠിക്കുകയാണെങ്കിൽ നീ ഇപ്പോൾ വലിയൊരു പൂക്കടയുടെ ബിസിനസ് എക്സിക്യൂട്ടീവോ എന്തെങ്കിലും ആയേനെ എന്നൊക്കെ പറയാണ്. സാരമില്ലേ സച്ചേട്ടാ, എന്നാലും നമ്മളിപ്പോൾ ജീവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി സച്ചിനെ സമാധാനിപ്പിക്കേണ്ട. എന്നിട്ടാണ് അവർ പിയൂണിനെ കാണാൻ പോണത്. അങ്ങനെ പിയൂണ് വന്നിട്ട് പറയും അയ്യോ സാറിന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു, കാണണ്ടെന്ന് പറഞ്ഞു, സാറ് ഭയങ്കര ദേഷ്യത്തിലാണ്, വെറുതെ ഇനി ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പൊക്കോ എന്നൊക്കെ പറയണം. അയ്യോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ, ഞങ്ങൾക്ക് സംസാരിക്കണം സാർ, പ്ലീസ് സാർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ അവസ്ഥ, പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാവണ്ടേ, അദ്ദേഹം ഒരു ചൂടനാണ്, എല്ലാവരോടും ദേഷ്യപ്പെട്ടിട്ടാണ് സംസാരിക്കുക, ഒരു മയയില്ലാത്ത പെരുമാറ്റമാണ് എന്നൊക്കെ പറയണം അയാൾ പിയൂണ്. എന്നിട്ട് അങ്ങനെ സച്ചി രേവതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രിൻസിപ്പാൾ പുറത്തേക്ക് വരാണ്. പ്രിൻസിപ്പാൾ പുറത്തേക്ക് വരുമ്പോൾ സച്ചി രേവതി പിന്നാലെ പോയിട്ട് സാർ ഞങ്ങളുടെ അനിയൻ്റെ ഒരു കാര്യം പറയണം സാർ പറയുമ്പോൾ പ്രിൻസിപ്പാൾ അവരെ മൈൻഡ് ചെയ്യണേ ഇല്ല, അങ്ങനെ പോവാണ് പുറത്തേക്ക്. അപ്പം പിയൂണ് വന്നിട്ട് പറയും ഞാനല്ലേ പറഞ്ഞു നിങ്ങളോട് അദ്ദേഹത്തിനെ കണ്ടിട്ട് കാര്യമില്ലെന്ന്, നിങ്ങളിപ്പോൾ എന്താ ചെയ്യണേ, ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ട് എനിക്കും കൂടി ചീത്തയിപ്പിക്കാനുള്ള പരിപാടി ഒപ്പിക്കണോ നിങ്ങളിതാണ് ചെയ്യണം. അപ്പോൾ അല്ല സാർ ഇനി ഒരു നിവർത്തിയില്ലേ, അവന് എക്സാം എഴുതാൻ പറ്റില്ല ചോദിച്ചാൽ അദ്ദേഹം സംസാരിക്കില്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണോ ഒരു രക്ഷകർത്താവിനോട് പെരുമാറേണ്ടത്, മക്കളുടെ ഭാവിയെ പറ്റി എല്ലാ രക്ഷകർത്താക്കൾക്കും താല്പര്യമില്ലേ സാർ അറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവർ സംസാരിക്കാൻ വരുമ്പോൾ ഇങ്ങനെയാണ്, ഇദ്ദേഹം ഇത്രയും പഠിച്ച ആളല്ലേ, ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളല്ലേ, എന്നിട്ട് ഇങ്ങനെയാണ് പെരുമാറേണ്ട, മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയാതെ എത്ര ഉയരത്തിലിരുന്നിട്ട് എന്താ സാർ കാര്യം എന്നൊക്കെ ചോദിക്കാണ് രേവതി. എനിക്ക് മനസ്സിലാവോ നിങ്ങളുടെ അവസ്ഥ, പക്ഷെ ഇത് ഞാനല്ല, അദ്ദേഹം പെറ്റ അമ്മയോട് പോലും വളരെ ഗൗരവമായിട്ട് പെരുമാറുകയും ചെയ്യുന്ന ആളാണ്, പിന്നെ ഇപ്പൊ നിങ്ങളുടെ കാര്യം പറയാനുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ നിന്നിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല, ഇദ്ദേഹം എന്തൊരു മനുഷ്യനാ, സാമാന്യം ഒന്ന് മുഖത്തേക്കെങ്കിലും നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കാണ് സച്ചി. അങ്ങനെ അവരേനെ മൈൻഡ് ചെയ്യാതെ കടന്നു വന്ന പ്രിൻസിപ്പാൾ ഇനി ശരത്തിന് എക്സാം എഴുതാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, ആ ഒരു അവര് മാനസിക വിഷമത്തിൽ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിന്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പൊ ശരിക്കും ശ്രുതി പെട്ടു. അതുപോലെ ശരത്തിനെ തള്ളിക്കളയാതെ ചേർത്ത് ഹൃദയത്തിനോട് ചേർത്തിട്ട് ശരത്തിന് വേണ്ടി വാദിക്കുന്ന സച്ചി. അങ്ങനെ
ശരത്തിന് എക്സാം എഴുതാൻ പറ്റുമോ, ശ്രുതിയുടെ നവീൻദാസിനെയും ശ്രുതിയുടെ കള്ളത്തരങ്ങളും സച്ചി കണ്ടുപിടിക്കുമോ, അങ്ങനെയുള്ള ഉദ്യോഗജനകമായ ചോദ്യങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസുകളൊക്കെ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കമൻസുകളൊക്കെ രേഖപ്പെടുത്താം. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട്. എല്ലാവർക്കും താങ്ക് യു.